ആരാണ് ദൈവത്തിന്റെ കൂട്ടുകാർ? പ്രപഞ്ചത്തിന്റെ പരമാധികാരിയായ യഹോവ തന്റെ കൂട്ടുകാരാകാനുള്ള അവസരം നമുക്ക് തന്നിരിക്കുന്നു. അത് വലിയൊരു പദവിയാണ്. യഹോവ തന്റെ കൂട്ടുകാരെ വളരെ ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവരെയും തന്നെ വിശ്വസിക്കുന്നവരെയുമാണ് യഹോവ കൂട്ടുകാരാക്കുന്നത്. അബ്രാഹാമിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ദൈവത്തിനു വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വിശ്വസ്തനും അനുസരണമുള്ളവനുമാണെന്ന് അബ്രാഹാം വീണ്ടും വീണ്ടും തെളിയിച്ചു. തന്റെ മകനായ ഇസ്ഹാക്കിനെപ്പോലും ബലിയർപ്പിക്കാൻ അദ്ദേഹം മനസ്സു കാണിച്ചു. തന്റെ മകനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. അബ്രാഹാം വിശ്വസ്തനും അനുസരണമുള്ളവനുമായിരുന്നതുകൊണ്ട് യഹോവ അദ്ദേഹത്തെ എന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചു. യേശയ്യ 41:8, യാക്കോബ് 2:21. തന്നോട് വിശ്വസ്തരായിരിക്കുന്നവരെ ദൈവം എങ്ങനെയാണ് കാണുന്നത്? യഹോവ തന്റെ കൂട്ടുകാരെ വിലപ്പെട്ടവരായാണ് കാണുന്നത്. അവർക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് മറ്റെന്തിനേക്കാളും പ്രധാനം. 2 ശമൂവേൽ 22:26 ഇങ്ങനെ വായിക്കുന്നു: വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത കാണിക്കുന്നു, കുറ്റമറ്റവനോട് കുറ്റമറ്റ വിധം പെരുമാറുന്നു. ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ട് അവർ ദൈവത്തോട് വിശ്വസ്തരും അനുസരണമുള്ളവരുമാണ്. ദൈവത്തെ അനുസരിക്കുന്ന നേരുള്ളവരെയാണ് ദൈവം ഉറ്റ സുഹൃത്തുക്കളാക്കുന്നത് എന്ന് ബൈബിൾ പറയുന്നു. യഹോവ കൂട്ടുകാരെ തന്റെ കൂടാരത്തിലേക്ക് വിശിഷ്ടരായ അതിഥികളായാണ് ക്ഷണിക്കുന്നത്. തന്നെ ആരാധിക്കാനും ഏതു സമയത്തും തന്നോട് പ്രാർത്ഥിക്കാനും ദൈവം അവർക്ക് അവസരം കൊടുത്തിരിക്കുന്നു. സങ്കീർത്തനം 15:1-5 വരെ. യേശുവിനെ സ്നേഹിക്കുന്നുമെന്ന് നമുക്കെങ്ങനെ കാണിക്കാം? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനമനുസരിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് യഹോവയുടെ കൂട്ടുകാരായിരിക്കണമെങ്കിൽ യേശുവിനെ സ്നേഹിക്കുകയും യേശു പഠിപ്പിച്ചത് ചെയ്യുകയും വേണം. ഉദാഹരണത്തിന്, ദൈവത്തിൽ നിന്നുള്ള സന്തോഷവാർത്ത പ്രസംഗിക്കാനും ആളുകളെ ശിഷ്യരാക്കാനുമുള്ള നിർദ്ദേശം നമ്മൾ അനുസരിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ ആ കാലടികൾക്ക് തൊട്ടുപിന്നാലെ ചെല്ലുന്നു. അങ്ങനെ യേശുവിനെ അനുകരിക്കുന്നു. മത്തായി 28:20. വാക്കിലും പ്രവൃത്തിയിലും തന്റെ പുത്രനെ അനുകരിക്കാൻ നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നത് കാണുമ്പോൾ യഹോവയ്ക്ക് എത്ര സന്തോഷം തോന്നും. നമ്മുടെ കൂട്ടുകാർ യഹോവയുടെയും കൂട്ടുകാരാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എന്തുകൊണ്ട്? യേശുവിനെ സ്നേഹിക്കുന്ന വിശ്വസ്തരായ അനുസരണമുള്ള ആളുകളെയാണ് യഹോവ കൂട്ടുകാരാക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെയാണോ നമ്മൾ കൂട്ടുകാരാക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാർ യേശുവിനെ അനുകരിക്കുന്നവരും ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഉത്സാഹമുള്ളവരുമാണെങ്കിൽ അവർ നല്ല കൂട്ടുകാരായിരിക്കും. നല്ലൊരു വ്യക്തിയായിരിക്കാനും യഹോവയോട് വിശ്വസ്തത നിലനിർത്താനും അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. സുഭാഷിതങ്ങൾ 13:20.